വൈ ദിസ് ഡോക്യുമെൻ്ററി? നമ്മളെ ടീമിലെ എല്ലാവരും മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനും അത് കീപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അത്തരത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മളെ ടീം കണ്ടക്ട് ചെയ്യുന്ന കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ ഇവൻ്റ് ആയിട്ടുള്ള മെഗാ ഇവൻറ്റിൻ്റെ കോർഡിനേഷൻ വർക്ക്സും ബിഹൈൻഡ് ദ സീൻസും ഒപ്പം തന്നെ ഗൈഡും ടീമൊക്കെ എങ്ങനെയാണ് ഈ ഇവൻറ്റിനെ കാണുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്ററി ആയിരിക്കും ഇത്. ഗ്രേറ്റസ്റ്റ് ഡീപ്പസ്റ്റ് പെയിനിൽ നിന്നുമാണ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം തന്നെ ലോങ് ടേം ആണ്. പക്ഷേ മെഗാവിനെ സംബന്ധിച്ചിടത്തോളം ഓറിയൻറ്റേഷൻ സെഷൻസ് അടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ 2-3 ഡേയ്സ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ആളുകൾക്ക് ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു മാസീവ് ഷിഫ്റ്റ് ആണെന്ന് അവർ പലപ്പോഴും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ആക്ച്വലി ഗൈഡ് ആണെന്നുണ്ടെങ്കിലും മെഗാ ഇവൻറ്റിലാണ് ഏറ്റവും ന്യൂ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ 3D, 4D, 5 ഡയമെൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ വളരെ ഇൻഫർടൈനിങ് ആണ് ഗൈഡിൻ്റെ ഓരോ സെഷൻസും. ഗൈഡ് അതിൽ ഫണ്ടും അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസും വിസ്ഡംസും ഗൈഡഡ് ആയിട്ടുള്ള മോഡും ഇതെല്ലാം കൂടെ ചേർത്തൊരു ആൽക്കെമി തന്നെയാണ് ആളുകൾക്ക് കൊടുക്കാറുള്ളത്. സോ പൂർണ്ണമായിട്ടും മെഗാ ഇവൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷ്വൽ ട്രീറ്റ് ആണോ ഓഡിയോ ട്രീറ്റ് ആണോ എന്താണെന്നറിയില്ല, എല്ലാത്തിൻ്റെയും ഒരു മിക്സ് തന്നെയാണ്. മെജസ്റ്റിക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള നമ്മുടെ 3ാമത്തെ ഒരു വലിയ പ്രോഗ്രാമായിരുന്നു ലാസ്റ്റ് നടന്ന ഇവൻറ്റ്. അതിൽ ആദ്യത്തെ ഇവൻറ്റിലേക്ക് വരുമ്പോൾ 2019 ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ റീക്രിയേറ്റ് എന്നുള്ള പേരിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇവൻറ്റ് നടന്നത്. ഒരു ഇവൻറ്റ് നടത്തിയിട്ട് പരിചയമില്ലാത്തത് കൊണ്ടും അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അന്ന് അത്ര ഒരു പരിചിതമില്ലാത്തത് കൊണ്ടും ആ ഇവൻറ്റ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓഡിയൻസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വി വർ അട്ടർ ഫെയിലിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ആ ഒരു പെയിന് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. മെജസ്റ്റിക്കിൽ വെച്ച് നമ്മൾ നടത്തിയ വലിയൊരു ഇവൻറ്റ്, പക്ഷേ അതിൽ നിന്ന് കിട്ടിയ ഒരു ഫെയിലിയർ, അതിൻ്റെ പെയിൻ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടായിരുന്നു നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഇവൻറ്റ് മെജസ്റ്റിക്കിൽ അനൗൺസ് ചെയ്തത്. പക്ഷേ എന്തോ ഒരുപാട് പാഠങ്ങൾ പഠിച്ചത് കൊണ്ടാവാം, ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് ഐഡിയോളജിയും ഒരുപാട് വളർന്നു വന്നതുകൊണ്ടായിരിക്കാം സെക്കൻഡ് ഇവൻറ്റ് ഇറ്റ് വാസ് സോ കളർഫുൾ. കാരണം എല്ലാ ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോഴും ഒരു ഇവൻറ്റിൻ്റെ 0 to 100% എല്ലാ പോയിന്റിലേക്ക് നോക്കുമ്പോഴും ആ ഇവൻറ്റ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിരുന്നു. ആ ഒരു എനർജിയിലാണ് സത്യത്തിൽ നമ്മൾ 3rd ഇവൻറ്റ് കൂടെ മെജസ്റ്റിക്കിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 2 ഇവൻറ്റുകൾ മെജസ്റ്റിക്കിൽ ചെയ്ത 2 ഇവൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നാണെന്നെങ്കിലും നമ്മൾ ചെയ്ത വർക്ക്സ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഓവറോൾ മാനേജ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് കിട്ടിയൊരു കറേജ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ വിവരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം ഒരു ഫെയിലിയർ പോയിന്റിൽ നിന്ന് നമ്മൾ സക്സസ് ആവാമെന്ന് പറയുമ്പം അത് നമുക്ക് നൽകുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. ആ ഒരു എനർജിയാണ് ആക്ച്വലി നമ്മുടെ ഇവൻറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഇവൻറ്റിൻ്റെ ടൈമിൽ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ കാഷ്വലായിട്ടാണ് നോർമലി പോവാറുള്ളത്. ചെയ്യുന്നതേ കുറവാണ്. ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും വളരെ കാഷ്വലായിട്ടുള്ള വളരെ നോർമലായിട്ടുള്ള മോഡിലാണ് പോകാറുള്ളത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇവൻ്റൊക്കെ വെച്ച് പോകെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത് വളരെ ക്രിയേറ്റീവായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ചിരിപ്പിക്കുന്നൊക്കെ രീതിയിൽ നമ്മൾ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നതും അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ ശരിക്കും നമ്മൾക്കും കൂടി ഉണ്ടായിട്ടുള്ളൊരു ഇവോൾവ്മെൻറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഇവൻറ്റിൻ്റെ ലൈവ് സ്ട്രീം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് ശരിക്കും ആളുകൾക്കിടയിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എസ്പെഷ്യലി നമ്മളുടെ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ ഓഫ്ലൈനാണ്, നമ്മൾ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എബ്രോഡുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാണെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് ശരിക്കും അത് വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്ട്രീം ചെയ്ത സമയത്ത് ത്രൂ ഔട്ട് ബിഗിനിങ് ടു എൻഡ് നമുക്ക് എന്തുണ്ടായിരുന്നു 500ഓളം ആളുകൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഫീഡ്ബാക്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ മറ്റുള്ള സെഷൻസിലൊക്കെ ആളുകൾക്ക് എത്രമാത്രം അത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ അതേപോലെ തന്നെ ഇവൻറ്റ് സ്ട്രീം ചെയ്ത സമയത്തും ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മോഡിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമുക്കതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ കോച്ചസും അവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് ഇവൻറ്റിൻ്റെ ഒക്കെ ടൈമിൽ വളരെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ കോച്ചസിനായിട്ടൊരു മീറ്റിംഗ് കൂടുന്നതും അവരുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. പക്ഷെ എന്നിട്ട് പോലും അത്രയും ആക്റ്റീവായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ എനർജറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുന്നതും
ഒക്കെ എപ്പോഴും ഇവൻറ്റിൻ്റെ തിളക്കം കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എസ്പെഷ്യലി ഒരു മാസീവായിട്ടുള്ള ഇവൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ മെൻറ്റേഴ്സിന് മാത്രം എല്ലാവരെയും പോയി വെൽക്കം ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോച്ചസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, അവർ നമുക്ക് തരുന്ന സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരെ എല്ലാവരെയും ഒരുപോലെ വെൽക്കം ചെയ്യാനും എല്ലാവരുടെ അടുത്ത് ചെന്നിട്ട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും എപ്പോഴും കോച്ചസ് കൂടെ മുമ്പിട്ട് നിൽക്കുന്നത് എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ തരുന്ന ആ ഒരു എനർജി ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ കോച്ചസൊക്കെ ഗ്യാദർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ അതൊരു വല്ലാത്തൊരു എനർജിയാണ്. ഇവൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ മോഡാണ്. അതായത് ഒരു സൈഡിൽ ഗൈഡിനായിട്ട് നമ്മൾ സ്യൂട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കഷൻ പോകുന്നുണ്ടാവും, മറ്റു സൈഡിൽ മീഡിയ ടീംസ് നമ്മുടെ ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ ഇവൻറ്റിൻ്റെ പ്ലാനിങ്, അവരെ സീറ്റിങ്സ് കാര്യങ്ങളായിട്ട് അവർ നല്ല ബിസി ആയിരിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് കൗണ്ട് ഡൗൺ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാവരും ഒരു സ്പേസിലിരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഓവറോൾ നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. ഒരു സ്പേസ് പോലും നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഓരോ എൻറോൾമെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പോൾ മെൻറ്റേഴ്സ് വരും, എനിക്ക് ഇത്ര വരാനുണ്ട്, എനിക്ക് ഇത്ര വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ ക്ലാപ്പൊക്കെ അടിച്ച് നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് വീക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു പെരുന്നാരാവ് ഫീലാണ്. നമ്മുടെ സ്യൂട്ട് അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും, മറ്റു സൈഡിൽ നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും. അതായത് ഓവറോൾ നമ്മുടെ ആ ഒരു എൻഡ് ഓഫ് ദ ഡേ, നമ്മുടെ ഇവൻറ്റിൻ്റെ ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്രില്ലിങ്ങിലായിരിക്കും. നമ്മൾ ബോയ്സ് ഡിവൈഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിലേറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ടാണ് പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, പ്രത്യേകിച്ചും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും മെഗാ ഇവൻറ്റിൽ ഇപ്പോൾ എന്താണ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ബാച്ചിൽ ഗൈഡ് സ്പെഷ്യലായിട്ട് നോട്ട് പാഡൊക്കെ എല്ലാ പാർട്ടിസിപ്പൻസിനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് പാഡ് പർച്ചേസ് ചെയ്യുക, പെന്നുകൾ പർച്ചേസ് ചെയ്യുക, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബട്ട് ഇതൊരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ നമ്മൾ കാലിക്കറ്റ് ടൗണിലൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ടാണ് ഇതെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ അത് വളരെ റഷ് ആയിട്ടുള്ളൊരു സ്പേസ് കൂടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് എന്തും ഉണ്ടാവും, ഓഫീസിൽ തന്നെ ക്യാപ്ഷൻ എഴുതാനുള്ള വർക്കുകൾ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും വേണം. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൾട്ടി ടാസ്കിങ് ഒക്കെ ശരിക്കും നമുക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കൂടിയാണ് ഈ പർച്ചേസിങ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ ഒരു ഡേൻ്റെ എൻഡിലേക്ക് നോക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുന്നതാണ്. ടീം മീഡിയം ടോക്സിൻ്റെ ആദ്യത്തെ ഇവൻ്റ് നടക്കുന്നത് 7 years ബാക്കാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ മോണിറ്ററി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും 10-16 വയസ്സുള്ള കുട്ടികൾ 2000+ ഓഡിയൻസിൻ്റെ ഒരു ഇവൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയായിരുന്നു. ഏതാണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആവാമെന്ന് പറയില്ല, അതുപോലെയായിരുന്നു ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ആളുകളെ കണക്ട് ചെയ്യുന്നതായിക്കോട്ടെ, ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മളെ സ്കിൽസ് പോളിഷ് ചെയ്യാനും വലിയ ഫ്രെയിമിൽ കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിരുന്നു. എന്നാൽ ഇതിന് കൂടെ തന്നെ മറ്റൊരു സൈഡിൽ നടന്നിട്ടുള്ള സംഭവം ഒരുപാട് മണ്ടത്തരങ്ങൾ അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഓർമ്മയുണ്ട്, ഞാൻ ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്ന്. അപ്പം ഇത്രയും ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം 10ഓളം ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർ വരുന്നു, അറ്റ് എ ടൈം തന്നെ 50+ ആളുകളുടെ രജിസ്ട്രേഷൻ ഓൺഗോയിങ് ആയിരിക്കും. അപ്പോൾ അവരുടെ പേര് നോട്ട് ചെയ്യുന്നു, അവരുടെ കോൺടാക്ട് നമ്പർ നോട്ട് ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു, ഏത് സ്കൂൾ, ഏത് ഫേം എന്നുള്ള സംഭവമൊക്കെ നോട്ട് ചെയ്ത് പോകുമ്പോഴേക്കും ഒരുപാട് ടൈം പോയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സെഷന് കയറുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ടയേർഡായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം മാറി ഇയേഴ്സ് അപ്പാർട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ കഴിഞ്ഞ ഇവൻ്റൊക്കെ നോക്കുമ്പോൾ ആളുകൾ വരുന്നു, സെഷന് സമയമാകുമ്പോൾ ഡയറക്റ്റ് ഹാളിലേക്ക് കയറുന്നു, അവിടെ ഇരിക്കുന്നു, സീറ്റ് നമ്പർ വരെ അവർക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ലാഗോ കാര്യങ്ങളോ ഇല്ലാണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അവർക്ക് സെഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ മെൻറ്റേഴ്സ് ആണെങ്കിലും രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ പാർട്ടിസിപ്പൻസ് വരുന്ന സമയത്ത് നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാനോ അവരെ വെൽക്കം ചെയ്യാനോ പലപ്പോഴും പറ്റില്ല. ഇവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഓൺലൈനിൽ മാത്രം കണ്ട് പരിചരിച്ച മുഖങ്ങളെ നേരിട്ട് കാണാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും, എസ്പെഷ്യലി നമ്മളെ ഇഷ്ടപ്പെടുന്ന ടീമിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകൾ നമ്മൾ കാണാനായിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാനും ഓഫ്ലൈനിൽ വരുമ്പോൾ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ മിസ്സിംഗ് ആയിട്ടുള്ളൊരു എലിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് ഓരോന്നിനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് കാര്യങ്ങളെ ഡിറ്റക്ട് ചെയ്ത് ഒരു 7 വർഷത്തിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇവൻറ്റ് നോക്കുമ്പം അത് ഭയങ്കര രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറി. എല്ലാ രജിസ്ട്രേഷനും ബാക്ക് ആൻഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മൾക്കും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ നല്ല രീതിയിൽ മൊമെൻറ്റ്സ് കാര്യങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പോസിബിളായി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാനേജ്മെൻറ്റ് ടീമും
അതുപോലെ തന്നെ മീഡിയ സൈഡിൽ നിന്നുകൊണ്ട് ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നതോട് കൂടിയിട്ട് നമ്മൾക്കും ഭയങ്കര രസമായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ കൂടെ മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഈവനിലേക്ക് വരുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം എല്ലാവർക്കും എൻഡ് റിസൾട്ടാണ് മോസ്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുക. നല്ലൊരു സെറ്റപ്പിൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ബാക്ക് എൻഡിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിക്ക് പണിയുണ്ട്. കാരണം ലാസ്റ്റത്തെ ഇവൻറ്റ് പോലെ അല്ലായിരുന്നു. ഈ ഇവൻറ്റിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഹറിബറി ആയിട്ടുണ്ട്. യൂഷ്വലി 1 ഡേക്കാണ് ഉറക്ക് പോകാറ്. ഈ ഇവൻറ്റിലേക്ക് 2 ദിവസത്തോളം ഉറക്ക് പോയിട്ടുണ്ട്. അതുമാത്രമല്ല ടീമിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, അതുപോലെ തന്നെ ഗൈഡിൻ്റെ പ്രൊഫൈൽ വീഡിയോ, ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുതന്നെ എനിക്ക് തലേ ദിവസമാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ഓഡിയോയും കിട്ടുന്നത്. അപ്പം 1 ഡേ ഫുള്ളിരുന്ന് വിത്തൗട്ട് സ്ലീപ്പ് വീഡിയോ എഡിറ്റിങ്ങും, അതിനുശേഷം ഹാളിലേക്ക് പോയിട്ട് നെക്സ്റ്റ് ഡേ നൈറ്റ് ഹാളിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടത്തി. അതുമാത്രമല്ല നമ്മൾ ആ ഒരു ഹാളിനെ കംപ്ലീറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ സീറ്റിനും നമ്പർ ഇട്ട് ഹാളിന് ത്രൂ ഔട്ട് നമ്പേഴ്സും കാര്യങ്ങളും ഇട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാകും. പക്ഷെ നമ്മളത് ഓരോരുത്തരും മെൻറ്റേഴ്സ് മാനുവലി എക്സലിലേക്ക് ഇട്ട് അതിനെ വെബ്സൈറ്റിൽ കൊടുക്കണം, അതിനെ വീണ്ടും പ്രിൻ്റ് എടുക്കാൻ കൊടുക്കണം, ഡിസൈനിങ് കൊടുക്കണം. ഓവറോൾ നോക്കുന്ന സമയത്ത് ബാക്ക് എൻഡിൽ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെയ്ത് കഴിഞ്ഞാലും മടുക്കാത്തൊരു സംഭവമാണത്. ആ ഒരു സമയത്ത് ഉണ്ടാവണ തമാശകളും ആ ഒരു സമയത്ത് ഉണ്ടാവണ നമ്മൾ മെൻറ്റേഴ്സ് തമ്മിലുണ്ടാവണ എൻഗേജിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും ലൈഫിൽ ഓർത്ത് വെക്കാനും നമുക്ക് പിന്നീട് ചിരിക്കാനും ഉണ്ടാകുന്ന കുറേ വിസ്ഡംസും കിട്ടുന്ന മൾട്ടി ടാസ്കിങ് എന്താണ് എന്ന് റിയലായിട്ട് കിട്ടുന്ന ഒരു ടൈമാണ് ബാക്ക് ആൻഡ് വർക്ക്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. മെഗാ ഇവൻ്റ് വെറും ഒരു പ്രോഗ്രാമല്ല, അതൊരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് തുടങ്ങണ എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരാൾ ഹാളിലേക്ക് കയറി വരുന്നത് മുതൽ അയാൾ ഹാളിൽ നിന്നും പോകുന്നത് വരെ അയാൾ എന്തൊക്കെ കാണണം കേൾക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ എന്തൊക്കെ വരണം, ഇപ്പോൾ ഗൈഡ് കയറുന്ന സമയത്ത് ഇൻട്രോ ആയിട്ട് എന്തൊക്കെ വരണം, ആ സമയത്ത് എന്തൊക്കെ കേൾക്കണം, ആ സമയത്ത് ഉണ്ടാവണം ബൂസ്റ്റിങ്, ഗൈഡ് സെഷൻ്റെ സമയത്ത് ഉണ്ടാവണം മെഡിറ്റേഷൻ്റെ മ്യൂസിക്, സെഷൻ്റെ സമയത്ത് തന്നെ ഒരു ഫ്ലോ ഉള്ള മ്യൂസിക്, ഇങ്ങനെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടാണ് സെറ്റ് ചെയ്യൽ. ഗൈഡ് ഈ പ്രോഗ്രാമിന് ആദ്യം ഒരു ഫ്ലോയിലാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഒരു സ്ലൈഡും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഗൈഡ് തലേന്ന് പെട്ടെന്ന് വിളിച്ചിട്ടായിരുന്നു നമുക്ക് കുറച്ച് സ്ലൈഡ് വേണം പ്രോഗ്രാമിനെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം നിന്ന്, ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ, ഗൈഡല്ലേ, നമുക്ക് ചെയ്യന്നെ, വേറെ വഴിയില്ല. അങ്ങനെ നമ്മളെന്താക്കി കുറച്ച് മണിക്കൂറുകൾ മുമ്പേ, അതായത് പ്രോഗ്രാം തുടങ്ങുന്ന ഏതാനും മണിക്കൂറുകൾ 2-3 മണിക്കൂർ മുമ്പെയാണ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതും ഹാളിൽ അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് സ്ലൈഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാനും ഗൈഡും സിയാസൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഫുൾ തീരുമാനമാക്കിയത്.